പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ വസതിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ അതിന്റെ അന്ത്യ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. വസതിയിൽ അല്പസമയത്തിനകം തന്നെ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. വസതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. എസ് വിജയകുമാർ വിശദാംശങ്ങളുമായി. വിജയകുമാർ, രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചൊരു രക്തസാക്ഷിയുടെ പരിവേഷത്തിലാണ് രാമചന്ദ്രൻ ഉള്ളത്. അദ്ദേഹത്തിന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാട് വിട നൽകുകയാണ്. വിവരങ്ങൾ അനുജ, രാമചന്ദ്രന്റെ ഇടപ്പള്ളി മാമംഗലത്തെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം വീടിന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുള്ള നടപടികൾ, സേനാ വിഭാഗങ്ങളുടെ നടപടികളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു. അതിനുശേഷം അല്പസമയത്തിനകം ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം മാറ്റുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ധീര രക്തസാക്ഷിക്ക്, രാജ്യത്തിനു വേണ്ടി പോരാട്ടം നടത്തിയ ഒരു സൈനികന് എങ്ങനെയാണോ ഒരു നാട് വിട നൽകുന്നത്, അതുപോലെ തന്നെയാണ് രാമചന്ദ്രന് നാട് വിട നൽകുന്നത്. അത് കൊച്ചിയിലെ മാത്രം കാഴ്ചയായിരുന്നില്ല. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അങ്ങനെ തന്നെയാണ് നാട് വിട നൽകുകയും ചെയ്തത്. രാഷ്ട്രീയ ഭരണ നേതൃത്വമൊക്കെ നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ച് പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് അവരൊക്കെ ഈ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ അവരൊക്കെ നമ്മുടെ ഓർമ്മകളിൽ ചിരപ്രതിഷ്ഠ നേടുകയും ചെയ്തത്. അതുതന്നെയാണ് ഇടപ്പള്ളിയിലെ വസതിയിലും നമ്മൾ കണ്ട. അദ്ദേഹം ഈ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വിനോദയാത്രയ്ക്കായി കശ്മീരിലേക്ക് പോയത്. കശ്മീർ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു എന്ന് മകൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. കശ്മീരിലേക്ക് പോകേണ്ടത് കശ്മീർ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകേണ്ടത് ഒരാവശ്യമാണ് എന്ന മട്ടിൽ അദ്ദേഹം വീട്ടിൽ സംസാരിച്ചതിന് ശേഷമാണ് ഈ അവധിക്കാലം, ഈ വിഷുവിൻ്റെ അവധിക്കാലം കശ്മീരിലേക്ക് പോകാനുള്ള തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടത്. അങ്ങനെയാണ് അവിടേക്ക് പോവുകയും ചെയ്തത്. യാത്ര കുറച്ച് ദുഷ്കരമാണ്. 2 ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. ഡൽഹിയിലോ അല്ലെങ്കിൽ മുംബൈയിലോ അല്ലെങ്കിൽ ഹൈദരാബാദിലോ ഒക്കെ ചെന്നിട്ട് പോകണം എന്നതും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ പോലും കശ്മീരിലേക്ക് പോകാൻ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയായിരുന്നു എന്ന് മകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അങ്ങനെ ആ യാത്രയാണ് ഹൈദരാബാദ് വഴി അവർ പോയ ശ്രീനഗറിലെത്തി അതിനുശേഷം നടത്തിയ യാത്രയാണ് ഈ നിലയിൽ പര്യവസാനിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൾ ഇന്നലെ അത് ഹൃദയസ്പർശിയായി അനുഭവങ്ങൾ, കശ്മീരിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും ആ വീട്ടിലെ ദൃശ്യങ്ങളിലേക്ക് മടങ്ങി വന്നാൽ അനുജ സൂചിപ്പിച്ചതുപോലെ ഒരു സേനാ അംഗത്തിന്, ഒരു ധീര ജവാന്, രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തി രക്തസാക്ഷിയായ ഒരു സൈനികന് എങ്ങനെയാണോ ഒരു നാട് വിട നൽകുന്നത്, അതുപോലെയാണ് അതേ പരിഗണനയിലാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച ആ വീട്ടിൽ നിന്ന് ആളുകൾ മടങ്ങുന്നത്. ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. അദ്ദേഹത്തിൻ്റെ മാമംഗലത്തെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. 12 മണിക്ക് മുമ്പ് സംസ്കാര ചടങ്ങുകൾ, 12 മണിയോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ചങ്ങമ്പുഴ പാർക്കിലെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയ മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് അവസരം ഒരുക്കിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ചങ്ങമ്പുഴ പാർക്കിലേക്ക് ഒഴുകിയെത്തിയ ജനസഹസ്രങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നില്ല. അദ്ദേഹത്തെ പറ്റി ഇതിനു മുമ്പ് കേട്ടറിവ് ഒന്നും ഉണ്ടാവാതിരുന്ന ആളുകൾ, വിവിധ ജില്ലകളിൽ നിന്നുള്ള, വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് അവിടേക്ക് എത്തിയത്. തൃശ്ശൂരിൽ നിന്നൊക്കെയുള്ള വീട്ടമ്മമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർക്ക് എങ്ങനെയാണ് രാമചന്ദ്രൻ എന്ന വ്യക്തിയെ അറിയാമായിരുന്നത്. ഈ കഴിഞ്ഞ 48 മണിക്കൂറിലെ വാർത്താ മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ കണ്ട, കേട്ട, വായിച്ച അറിവുകൾ മാത്രമാണ് രാമചന്ദ്രൻ എന്ന വ്യക്തിയെപ്പറ്റി അവർക്കുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്കൊന്നും അവർക്കറിയില്ല. രാമചന്ദ്രൻ അവരുടെ ജീവിതത്തിൻ്റെ ഒക്കെ ഭാഗമായി മാറിയത് ഏതാണ്ട് 2-3 ദിവസങ്ങൾ കൊണ്ടായിരുന്നു. രാമചന്ദ്രനെ അവസാനമായി കണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ച് പോകുമ്പോൾ യഥാർത്ഥത്തിൽ രാജ്യം നടത്തുന്ന ഭീകരവിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമാവുകയാണ് ആ നാട്ടുകാരൊക്കെ ചെയ്തത്. അതാണ് അവരവിടേക്ക് ഈ ദൂരദേശങ്ങളിൽ നിന്ന് പോലും അവിടേക്ക് എത്തി രാവിലെ അദ്ദേഹത്തെ കണ്ട് അന്ത്യയാത്രാമൊഴി നൽകി പോകാൻ അവർ തീരുമാനിച്ചത്. അങ്ങനെയാണ്. ആ നിലയിലെങ്കിൽ അങ്ങനെ ഈ പോരാട്ടത്തിൽ, ഈ രാജ്യം നടത്തുന്ന ഭീകരതയ്ക്കെതിരായ, ഈ നിഴൽ യുദ്ധത്തിനെതിരായ, ഈ രാജ്യത്തെ വിഭജിക്കുന്ന ശക്തികൾക്കെതിരായ വലിയ പോരാട്ടത്തിൽ അവരൊക്കെ അതിന് ഒരു തരത്തിൽ പങ്കാളിയായത് അങ്ങനെയാണ്. ഇത് നമ്മൾ കണ്ടത് കൊച്ചിയിൽ മാത്രമല്ല. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ, കർണാടകയിൽ നമ്മൾ കണ്ടു, ഒഡീഷയിൽ കണ്ടു, ഹരിയാനയിൽ കണ്ടു, ഡൽഹിയിൽ ഈ മുഴുവൻ ആളുകളുടെയും ചേതനയേറ്റ ശരീരം ഡൽഹിയിൽ വിമാനത്താവളത്തിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ എത്തിയ 100 കണക്കിന് ആളുകളുടെ ഖണ്ഡങ്ങളിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യങ്ങളിൽ നിന്ന് നമ്മൾ അത് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തു. അതാണ്
ഈ രാജ്യം ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്ന വലിയ സന്ദേശം അതുതന്നെയാണ്. എന്താണോ ഭീകരവാദികൾ ഈ ഏറ്റുമുട്ടലിലൂടെ നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുമ്പോൾ ഉദ്ദേശിച്ചത്, അവർ ഉദ്ദേശിച്ച ഒരു അജണ്ടയും ഈ രാജ്യത്ത് നടപ്പാവില്ല എന്നത് ഈ രാജ്യം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ മണിക്കൂറുകളിലൊക്കെ നമ്മളത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. വിഭജനത്തിൻ്റെ വിത്ത് വിതയ്ക്കാനുള്ള ഭീകരവാദികളുടെ ശ്രമത്തിന് ഈ രാജ്യം നൽകിയ മറുപടിയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ മതം പറഞ്ഞ് മതം നോക്കി നിങ്ങൾ കൊന്നൊടുക്കിയെങ്കിൽ അതിന് ആ നിലയിലല്ല ഈ രാജ്യം മറുപടി പറയാൻ പോകുന്നത്. ഈ രാജ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാട്ടം നടത്തുന്ന സേനയ്ക്കും ഒക്കെ ഒപ്പം നിൽക്കുന്നു എന്നാണ്. ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്തപ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയം പറയുന്നവരുണ്ട്. പക്ഷേ രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, രാജ്യം ഒരു പോരാട്ട മുഖത്തെത്തുമ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഈ വിഭജനത്തിൻ്റെ ഒന്നും ഭാഗമാകാനില്ല. രാജ്യം ഒറ്റക്കെട്ടായി അതിനെതിരെ പോരാടും, അതിനെതിരെ മുന്നോട്ട് വരും എന്ന വലിയ സന്ദേശമാണ് കഴിഞ്ഞ 72 മണിക്കൂർ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ കാണിച്ചത്. അതിന് മുന്നിൽ നിന്ന് നമ്മളെ നയിച്ചത് യഥാർത്ഥത്തിൽ കശ്മീരിലെ ജനങ്ങളാണ്. കശ്മീരിലെ രാഷ്ട്രീയമോ മതമോ ഒന്നും പറയാതെ മനുഷ്യൻ എന്ന വികാരത്തോടെ, ഇന്ത്യക്കാരൻ എന്ന വികാരത്തോടെ കശ്മീരിൻ്റെ തെരുവോരങ്ങളിലെത്തിയ 10,000-കണക്കിന് ആളുകളായിരുന്നു നമ്മളുടെ മുന്നിൽ ആ പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്തത്. അതുകൊണ്ട് ആ പോരാട്ടം വിജയിക്കും, ആ പോരാട്ടം ഫലം കാണും എന്ന് തെളിയിക്കുന്നതായിരുന്നു. പിന്നീട് ഉലഞ്ഞുപോയ പാകിസ്ഥാൻ എടുത്ത ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ കാണുകയും ഒക്കെ ചെയ്തു. ഏതെങ്കിലും തരത്തിൽ നമ്മളെ ബാധിക്കുന്നതല്ല തീരുമാനങ്ങൾ പോലും. ആ രാജ്യം ഇന്ത്യ കൈക്കൊണ്ട നയതന്ത്ര തീരുമാനങ്ങളിൽ, ജലയുദ്ധത്തിൽ എങ്ങനെ ഉലഞ്ഞുപോയി എന്നത് പിന്നീട് അവർ നടത്തിയ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോഴും പാകിസ്ഥാനിൽ ഈ പറയുന്ന ഭീകരാക്രമണം നടത്തിയ പഹൽഗാമിലെ ഈ നിഴൽ യുദ്ധം നടത്തിയ ഭീകരരെ പിന്തുണയ്ക്കുകയാണ് പാകിസ്ഥാനിലെ ഭരണ നേതൃത്വം. അവിടുത്തെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ അവരുടെ പ്രസ്താവനകളിലൂടെ അവർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് വ്യക്തമാക്കുകയാണ്. അതിൽ നേരിട്ട് പങ്കെടുത്ത 2 ഭീകരരുടെ ഐഡന്റിറ്റി, അവരുടെ നാഷണാലിറ്റി അത് പാകിസ്ഥാനികളാണ് എന്ന് ഇതിനോടകം സംശയലേശമന്യേ തെളിയുകയും ചെയ്തു. അത് തെളിഞ്ഞിട്ടും വീണ്ടും തെളിവ് ചോദിക്കുന്ന സമീപനമൊക്കെയാണ് ആ രാജ്യം സ്വീകരിക്കുന്നത്. അത് സ്ഥിരമായി മുംബൈ ഭീകരാക്രമണമൊക്കെ ഉണ്ടായപ്പോഴും അവരുടെ പൗരനെ പിടിച്ച് കസ്റ്റഡിയിൽ വയ്ക്കുമ്പോഴും അവരുടെ പങ്കെന്തെന്നതിന് തെളിവ് ചോദിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തെളിവ് എന്നതിനപ്പുറത്തേക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ആ രാജ്യത്തിന് ഈ ഭീകര പ്രവർത്തനങ്ങളിൽ അവർ നടത്തുന്ന പങ്കെന്ന്, പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ആ രാജ്യത്തിൻ്റെ പങ്കെന്ന് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. രാമചന്ദ്രൻ്റെ വസതിയിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ഇപ്പോഴും ആളുകൾ എത്തുകയാണ്. ഏതാനും മണിക്കൂർ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ വേണ്ടി ആ മൃതദേഹം കുറച്ചു സമയം വീട്ടിനകത്ത് പൊതുദർശനത്തിന് വെച്ചു. വീണ്ടും ചടങ്ങുകൾ, മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി അത് പൊതുദർശനത്തിന് ശേഷം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നമുക്ക് സംസ്ഥാന മന്ത്രി പി രാജീവ്, ഹൈബി ഈഡൻ MP, ജനപ്രതിനിധികളൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കളക്ടർ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. ഒപ്പം പോലീസ് സേനാംഗങ്ങളുമുണ്ട്. YS അഭിനന്ദ് കൂടിയുണ്ട്. വസതിയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി അഭിനന്ദ്. മതപരമായ ചടങ്ങുകളെല്ലാം അവസാനിച്ചിരിക്കുന്നു. വസതിയിൽ നടക്കുന്ന അത്തരം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഔദ്യോഗിക ബഹുമതി നൽകുന്നതിലേക്ക് കടക്കുകയാണോ? അനുജ, അങ്ങനെ തന്നെയാണ്. മതപരമായ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച ശേഷം വീടിനുള്ളിൽ നിന്ന് ഇപ്പം മൃതദേഹം പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് എല്ലാവരും തന്നെ എത്തുന്നുണ്ട്. എറണാകുളം MP ഹൈബി ഈഡൻ, കൊച്ചി DCP അശ്വതി ജിജി, എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്, ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള P രാജീവ് അടക്കമുള്ളവർ ഇപ്പോൾ മൃതദേഹത്തിനൊപ്പം ഉണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ഗാർഡ് ഓഫ് ഓണർ ആയിരിക്കും നൽകുക. ഗാർഡ് ഓഫ് ഓണറിന് ശേഷമായിരിക്കും ഇടപ്പള്ളി പൊതു ശ്മശാനത്തിലേക്ക് എത്തിക്കുക. ഏതാണ്ട് 12:30 തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചത്. 12 മണിക്ക് ഇവിടെ നിന്നും മൃതദേഹം ആംബുലൻസ് മാർഗം അവിടേക്ക് എത്തിക്കുമെന്നായിരുന്നു ആദ്യ ഘട്ടത്തിൽ അറിയിച്ചത്. പക്ഷേ ഇവിടേക്ക് ഇപ്പോഴും ആളുകളുടെ ഒരു ഒഴുക്ക് അനുഭവപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ആളുകളെ ഏറ്റവും അവസാനം വരുന്ന ആളിനും രാമചന്ദ്രനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വലിയ ഒരു പ്രശ്നം ആദ്യഘട്ടത്തിൽ തിരക്കിനെ നിയന്ത്രിക്കാനായിട്ട് കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തിരക്ക് നിയന്ത്രിക്കാനായിട്ട് പിന്നീട് പോലീസിനും ഒപ്പമുണ്ടായിരുന്ന അയൽവാസികൾക്കുമൊക്കെ സാധിച്ചിട്ടുണ്ട്. എന്തായാലും മതപരമായ ചടങ്ങുകൾ വീടിനുള്ളിൽ പൂർത്തിയാക്കിയതിന് ശേഷം പൂർണ്ണമായും
ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കരിക്കാനുള്ള ചടങ്ങുകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഗാർഡ് ഓഫ് ഓണർ ആയിരിക്കും നൽകുക. മങ്ങാട്ട് നീരാഞ്ജനം വീട്ടിൽ ഒരു ഗാർഡ് ഓഫ് ഓണർ നൽകിയതിന് ശേഷം ഇടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ മൃതദേഹം എത്തിക്കും. 12:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അനിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ രംഗത്ത് അധികം നിറസാന്നിധ്യമാണ്, പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്. ഈ വിവരം അറിയിച്ച് രാമചന്ദ്രനെ അറിയാത്ത ആളുകൾ പോലും ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാശ്മീരിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടു എന്നറിഞ്ഞതിന് പിന്നാലെ തന്നെ ആളുകൾ ഒരു വലിയ നടുക്കത്തിലായിരുന്നു. കേരളം നടുങ്ങിയിരുന്നു, കൊച്ചിക്കാർ നടുങ്ങിയിരുന്നു, ഇടപ്പള്ളിക്കാർ നടുങ്ങിയിരുന്നു, ചങ്ങമ്പുഴ പാർക്ക് നിവാസികൾ നടുങ്ങിയിരുന്നു. എന്തായാലും അവിടെ നിന്നുള്ള ആളുകളെല്ലാം തന്നെ എത്തുന്നുണ്ട്. ഈ അദ്ദേഹത്തിനെ അറിയാത്ത ആളുകൾ പോലും ഇവിടേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകും. ഏതാണ്ട് 2 മണിക്കൂറുകൾ നീണ്ട ഒരു മതപരമായ ചടങ്ങുകൾ വീട്ടിനുള്ളിൽ നടന്നിരുന്നു. ഇതിനകത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം പങ്കെടുത്തിരുന്നു. അദ്ദേഹം മൃതദേഹത്തിനകത്ത് മതപരമായ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ആ ഘട്ടത്തിൽ അയൽക്കാർക്കും ബന്ധുക്കൾക്കുമൊപ്പം സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അദ്ദേഹം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പി രാജീവായിരിക്കും സർക്കാരിന് വേണ്ടി മൃതദേഹത്തെ അനുഗമിക്കുക. അവിടെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തണമെന്നതിൻ്റെ അടക്കമുള്ള നിർദ്ദേശം ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവും ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഗാർഡ് ഓഫ് ഓണർ വീട്ടിൽ നൽകും. സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് ഔദ്യോഗിക ബഹുമതികൾ നൽകുമെന്നതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിന് തന്നെ മൃതദേഹം ആംബുലൻസിൽ ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ എത്തിക്കുമെന്നും അറിയുന്നു. അതായത് ഈ മങ്ങാട്ടെ നീരാഞ്ജനം വീട്ടിലേക്ക് രാവിലെ മുതൽ തന്നെ വലിയ ഒഴുക്കായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ എത്തിച്ച ആ സമയത്ത് കാണാൻ സാധിക്കാത്ത ആളുകൾ പോലും ഈ നീരാഞ്ജനം വീട്ടിലേക്ക് എത്തിച്ചു. നീരാഞ്ജനം എന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ്. അദ്ദേഹത്തിന് ഏറ്റവും സുരക്ഷിതമായ ഇടമെന്ന് അദ്ദേഹം പോലും പ്രദേശവാസികളോടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം എപ്പോഴും പറയാറുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ 5 വർഷം മുൻപ് അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹം ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് നീരാഞ്ജനം വീട് മോടി പിടിപ്പിക്കുന്നതിനകത്തും നീരാഞ്ജനം വീട്ടിലൊരു പൂന്തോട്ടം നിർമ്മിക്കുന്നതിനകത്തുമൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു പൂന്തോട്ടം, വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം നമുക്ക് ഈ വീട്ടിനുള്ളിൽ കാണാം. ആ പൂന്തോട്ടത്തിൽ നിന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ഈ വഴികളിൽ താണ്ടിയാണ് കാശ്മീരിലേക്ക് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾക്കും പേരക്കുട്ടിക്കും ഭാര്യയ്ക്കുമൊപ്പം കാശ്മീരിൻ്റെ ഭംഗി ആസ്വദിച്ച് തിരികെ ഇവിടേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഒരു ചേതനയറ്റ ശരീരവുമായാണ് ഇവിടേക്ക് എത്തുന്നതെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ വിചാരിച്ചിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ മകൾ വിചാരിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു ധീരനായ ഒരു സൈനികൻ എങ്ങനെയാണോ, ഒരു വീരമൃത്യു വരിച്ച സൈനികൻ എങ്ങനെയാണോ അന്തിമോപചാരം അർപ്പിക്കുന്നത് അല്ലെങ്കിൽ യാത്രാമൊഴി നൽകുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാർ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയപ്പ് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന. അല്പസമയത്തിനകം തന്നെ ഇടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് അദ്ദേഹത്തിന് മൃതദേഹം കൊണ്ടുപോകും. ഗാർഡ് ഓഫ് ഓണർ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. എറണാകുളം ജില്ലാ കളക്ടർ NS ഉമേഷ്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, മന്ത്രി പി രാജീവ്, എറണാകുളം MP ഹൈബി ഈഡൻ, കൊച്ചി DCP അശ്വതി ജി അടക്കമുള്ളവർ മൃതദേഹത്തിനൊപ്പം ഉണ്ട്. അല്പസമയത്തിനകം തന്നെ ഗാർഡ് ഓഫ് ഓണർ ആരംഭിക്കും. പിന്നീടായിരിക്കും ഇടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് ആംബുലൻസ് മാർഗം കൊണ്ടുപോകുക. ഇന്ന് രാവിലെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശന ചടങ്ങുകൾ ആരംഭിക്കുന്ന ഘട്ടത്തിലും വലിയ രീതിയിലുള്ള ആളുകളുടെ ഒഴുക്ക് അനുഭവപ്പെട്ടിരുന്നു. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധിയായിട്ടുള്ള ആളുകൾ, ഈ ജില്ലയിലെ MPമാർ, MLAമാർ, ജനപ്രതിനിധികളടക്കം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിനെ കാശ്മീരിൽ നിന്ന് മുംബൈ മാർഗം കൊച്ചിയിലെത്തിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനകത്തും രാഷ്ട്രീയ നേതാക്കളുടെ ഒരു നിര നമ്മൾ കണ്ടതാണ്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പാലാരിവട്ടം റിനെ മെഡിസിറ്റി മോർച്ചറി ഇരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായിട്ട് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഇവിടേക്ക് എത്തി അദ്ദേഹത്തിന് ആശ്വാസം പകർന്നിരുന്നു. പക്ഷേ ആ കുടുംബത്തിൻ്റെ നോവ് അങ്ങനെയൊന്നും പെട്ടെന്ന് മായുന്നതല്ല. കാരണം അവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ നീരാഞ്ജനത്തെ ഈ വീട്ടിൽ നിന്നും കാശ്മീരിൻ്റെ ഭംഗി ആസ്വദിക്കുവാനായി കാശ്മീർ യാത്ര എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായി അവിടെ എത്തി. ആ സമയത്താണ് ഇത്തരത്തിലേക്ക് ബൈസരൻ താഴ്വരയിലെ ആ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലേക്ക് അദ്ദേഹത്തിനെ കൊല്ലപ്പെടുന്നത്. ഏറ്റവും വേദനാജനകമായ കാര്യമെന്നത് മകളുടെ മുന്നിൽ വെച്ചാണ് സ്വന്തം അച്ഛനെ ഇത്തരത്തിലേക്ക് തോക്കിൻ്റെ മുന്നിൽ ഭീകരർ വധിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും സങ്കടമാക്കുന്നത്. പക്ഷേ ആ മകൾ ധൈര്യത്തോടു കൂടി അത് നേരിട്ടു. 2 കുട്ടികൾക്കുമൊപ്പം പിന്നീട് എത്തുകയായിരുന്നു. ഇന്നലെ നാട്ടിലെത്തിയതിനു ശേഷം ഈ വീട്ടിൽ നിന്ന് മകളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. മകളുടെ പ്രതികരണത്തിൽ വളരെ വ്യക്തമാണ് എന്തൊക്കെയാണ് ആ സമയത്ത് അവർ അനുഭവിച്ചത്. പക്ഷേ അവർ നേരിട്ട ഒരു രീതി ഉണ്ടായിരുന്നു, ആ പ്രതിസന്ധി അതിജീവിച്ച ഒരു രീതി ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപക്ഷെ ഒരു വലിയ പാഠമാണ് നൽകുന്നത്. മുന്നോട്ട് പോകണമെന്നതിൻ്റെ ഒരു പാഠം നമുക്ക് നൽകുന്നതായിരുന്നു മകളുടെ പ്രതികരണം. പക്ഷേ ഇന്ന് നമ്മൾ ഇന്ന് മകളുടെ മറ്റൊരു മുഖം നമ്മൾ കണ്ടു.
നമുക്ക് അത്രമാത്രം വൈകാരികമായി അമ്മയ്ക്കൊപ്പം അച്ഛനെ ഒരു നോക്ക് കാണുന്ന മകൾ ഇപ്പോഴും ആ വീട്ടിലെത്തുമ്പോഴും നമുക്കത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരിക്കലും കരച്ചിലടക്കാൻ കഴിയാത്ത മകൾ, കരച്ചിലടക്കാൻ കഴിയാത്ത അമ്മ, പേരക്കുട്ടികളടക്കം ആ മൃതദേഹത്തിന് അടുത്ത് നിന്ന് കരയുന്ന, വളരെ വേദനിപ്പിക്കുന്ന, അങ്ങേയറ്റം നൊമ്പരപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ചടങ്ങുകൾക്കെല്ലാം ശേഷം ഇപ്പോൾ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ ഗാർഡ് ഓഫ് ഓണർ പൂർത്തിയാക്കിയതിനു ശേഷം എത്രയും വേഗം ഇടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇവിടെ ആളുകൾ എത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ, അദ്ദേഹം റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് എല്ലാവരുമായിട്ടും ഒരു ആത്മബന്ധം, എല്ലാവരുമായും ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിച്ച വ്യക്തി കൂടിയായിരുന്നു എൻ രാമചന്ദ്രൻ. അദ്ദേഹത്തിന് വസതിയിൽ ഇപ്പോൾ പോലീസ് ആദരം നൽകാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെയാകും ഇടപ്പള്ളി ശ്മശാനത്തിൽ 12:30 സംസ്കാരം എന്നതാണ്. ഇപ്പോൾ ഒരുപക്ഷെ അത് അല്പം കൂടി വൈകാനുള്ള സാധ്യതയുണ്ട്. മൃതദേഹം വസതിയിൽ നിന്ന് ഇപ്പോഴും ശ്മശാനത്തിലേക്ക് മാറ്റിയിട്ടില്ല. പോലീസിന്റെ ആദരം നൽകൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്.